തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സംവരണം നിശ്ചയിച്ച് ഉത്തരവിറക്കി. 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 669 വനിതാ പ്രസിഡന്റ് എത്തും. നാരീശക്തി. കോർപ്പറേഷനുകളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണമില്ല. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് വനിതകൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയെന്നത് പിന്നീട് തീരുമാനിക്കും. റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ ഉണ്ട്. അപ്പോൾ 1200ഓളം നമ്മുടെ വാർഡുകളിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ പ്രൊവിഷൻ എഴുതി ചേർത്തത് നമ്മുടെ കൊച്ചി കേരളമാണ്. എന്താണ് എഴുതി ചേർത്തത്? 50% സ്ത്രീ സംവരണം കൊണ്ടുവന്നു കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നെ കേരളത്തിൻ്റെ പാത പിന്തുടരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി 73rd and 74th Amendment ആക്ട് പ്രകാരം. അതുപ്രകാരം കേരളത്തിൽ പാതി സ്ഥലങ്ങളിലും സ്ത്രീകൾ വന്നു എന്നുള്ളതാണ്. അപ്പോൾ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 669 തദ്ദേശ സ്ഥാപനങ്ങളിലായിരിക്കും വനിതാ പ്രസിഡന്റുമാരെത്തുക. ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. പക്ഷേ ഏതൊക്കെ കോർപ്പറേഷനുകളെന്ന് പിന്നീട് അറിയുള്ളൂ അല്ലേ റഹീസ് റഷീദ്? വളരെ പ്രധാനപ്പെട്ടതാണ്. 50% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് 1200-ൽ 50-ന് പുറത്തു വരും. 669ഓളം സ്ഥാപനങ്ങളിലാണ് വനിതാ പ്രസിഡന്റുമാർ ഇക്കുറി വരിക അല്ലേ? ഏതൊക്കെ കോർപ്പറേഷൻ ആർക്കൊക്കെ എന്നുള്ളത് പിന്നീട് അറിയാം. അരുൺ, ഏതൊക്കെ പഞ്ചായത്താണ്, കോർപ്പറേഷനാണ്, മുനിസിപ്പാലിറ്റിയാണ്, ജില്ലാ പഞ്ചായത്ത് എന്നത് പിന്നീട് അധികം വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടി അവസാനിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പിന്നീടാണ് മനസ്സിലാക്കുക. അരുൺ പറഞ്ഞതുപോലെ 50% സംവരണമാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഉള്ള ഒരു സംവരണ ലിസ്റ്റ് വരുമ്പോൾ 669 വനിതകളാകും. 50-ന് മുകളിലാവും, ഇപ്പോൾ തന്നെയാകും. അതായത് ഉറപ്പായും ആകുന്നതാണ് 669. ഇനി സ്വാഭാവികമായും ജനറൽ കോട്ടയിൽ പല സ്ഥലങ്ങളും വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല സ്ഥലത്തും അങ്ങനെയാണ്. പാർട്ടിയുടെ സീനിയോറിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വനിതകൾ വീണ്ടും വരാം. അങ്ങനെ വന്നാൽ 700-ന് മുകളിൽ വനിതകൾ വരും. നവംബർ ഡിസംബർ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടിക്രമങ്ങളാണുള്ളത്. 941 പഞ്ചായത്തിൽ 525 പഞ്ചായത്തുകളിലാണ് വനിതാ പ്രസിഡന്റുമാർ വരിക. 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 87 വനിതകൾ പ്രസിഡന്റായിട്ട് വരും. 87 മുനിസിപ്പാലിറ്റികളിൽ 47 വനിതകൾ പ്രസിഡന്റുമാരായി വരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ 7 പേരായിരിക്കും വനിതകളാവുക. കോർപ്പറേഷനുകളിൽ 3 പേരായിരിക്കും വനിതകൾ വരിക. ഈ തരത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്. ഇനി പ്രധാനമായും നേരത്തെ അരുൺ പറഞ്ഞതുപോലെ അറിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏതൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളാണ് വനിതകൾ വരിക എന്നത്. മറ്റൊന്ന്, വാർഡുകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണ വനിതകളായിരുന്നിടത്ത് ഇത്തവണ ഇത്തവണ ജനറൽ ആകുമോ, കഴിഞ്ഞ തവണ ജനറൽ ആയിരുന്നിടത്ത് ഇത്തവണ വനിതാ സംവരണമാകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഇത്തവണ വാർഡ് വിഭജനം വന്ന് എല്ലായിടത്തും വാർഡ് കൂടിയതുകൊണ്ട് പൊതുവായ നറുക്കെടുപ്പായിരിക്കും നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ 2 തവണ വനിതാ സംവരണം ഉള്ള സ്ഥലത്ത് ഇത്തവണ ജനറൽ മാറും എന്നുറപ്പാണ്. കഴിഞ്ഞ 2 തവണ ജനറൽ ആയിരുന്നിടത്ത് ഇത്തവണ അത് വനിതയാകും എന്ന കാര്യം ഉറപ്പാണ്. ബാക്കി എല്ലാ വാർഡുകളും നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സംവരണം തീരുമാനിക്കുക. അതായത് കഴിഞ്ഞ തവണ വനിതയായിരുന്നു വാർഡിലെങ്കിൽ ഇത്തവണ ജനറൽ വാർഡാകുന്ന സ്ഥിതി ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തവണയും വനിത തന്നെ ആകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വാർഡ് കമ്മിറ്റികളൊക്കെ പുനഃസംഘടിപ്പിക്കപ്പെടും. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തുടരുക. ഇപ്പോൾ